ഇപ്പോൾ ഞാൻ മരണപ്പെടുകയാണ്. എൻ്റെ ബ്രെയിനെല്ലാം എൻ്റെ മെമ്മറി എല്ലാം ബ്രെയിനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഇതെല്ലാം ഒരു വേവ് തരംഗങ്ങളായിട്ട് ഇവിടെ തന്നെ കൊച്ചിങ്ങനെ പറയുന്നു, ഈ പറയുന്ന കൊച്ചു പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? യുക്തിവാദവും നിരീശ്വരവാദവും എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാണ്. സ്റ്റോറി കേട്ടിട്ടുണ്ടാവുമല്ലോ, അതാ ലുക്തി ദേവിയുടെയും ശാന്തിദേവിയുടെയും. വാട്ട് യു ഫീൽ, എന്താണ് തോന്നുന്നത്? പിന്നെ നമ്മൾ കാണുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണല്ലോ സയൻസ് എന്ന് പറയുന്നത്, അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഫാറ്റിൻ്റെ കോമ്പോസിഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഡിസീസിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ഫാറ്റാണ്. നമ്മൾ കഴിക്കുന്ന ഫാറ്റ് ഏത് ടൈപ്പാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ഓയിലിലോ അല്ലെ നട്ട്സ് കഴിക്കുമ്പോഴോ ഒന്നും നമ്മൾ അത്രയും ചിന്തിച്ചിട്ടില്ല. ആരും തന്നെ ആ രീതിയിൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ആരും പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഡോക്ടേഴ്സ് പഠിക്കുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മരുന്ന് തരാൻ. അതാണ് ഞങ്ങൾ ബേസിക്കലി നമ്മൾ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ കൂടുതൽ അതാണ്. അല്ലാതെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് എന്ത് കഴിക്കണമെന്ന് പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഫുഡ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡയറ്റീഷ്യൻ്റെ റോളായിട്ടത് മാറിപ്പോവും. ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ജിം ട്രെയിനറിൻ്റെ ആ നിലയിലേക്ക് മാറും. പക്ഷേ ആ ആസ്പെക്റ്റൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശരിക്കും. നമ്മളൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഈവൻ ഈ സൈക്യാട്രിക് അനാലിസിസിൽ വരുമ്പോഴും അത് ഇപ്പം പറഞ്ഞ പോലെ ഒരു സൗണ്ട് കേട്ട് പേടിച്ചു, അത് പ്രേതമായിരുന്നു, അതോ അവർക്ക് തോന്നിയതാണോ, അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അതൊരു ഹാലൂസിനേഷൻ ആണോ അല്ലയോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് ഇതൊക്കെ സബ്ജക്റ്റീവ് ആണല്ലോ. അതൊന്നും നമുക്ക് മറ്റൊരാൾക്ക് ആ കാലം അതും കഴിഞ്ഞു പോയില്ലേ. ഇപ്പം വേറെ വല്ല വീഡിയോ ക്യാമറ ഒക്കെ ഉള്ളോടവാണെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ഇവരുടെ റെസ്പോൺസ് എന്താണ്? പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല. മെഡിക്കൽ ഇതിൽ നമ്മളെപ്പോഴും എടുക്കുമ്പം അത് എന്തായാലും പേഴ്സണാലിറ്റി സിൻഡ്രോം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണോ? അതെല്ലാം സൈക്യാട്രിയുടെ ആസ്പെക്റ്റിലേ വരുള്ളൂ. നമ്മൾ ഈ നിയർ ഡെത്ത് സ്റ്റഡിയും ഇതൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ഒരു പെർസ്പെക്റ്റീവ്. സൈക്യാട്രിയും നിയർ ഡെത്ത് സ്റ്റഡിയും വ്യത്യസ്തമായിട്ടുള്ള സൈക്യാട്രിക് ഡിസോർഡേഴ്സും ഈ നിയർ ഡെത്ത് സ്റ്റഡിയും അല്ലെങ്കിൽ റീഇൻകാർണേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് സൈക്യാട്രി മാത്രമേ ഉള്ളൂ. തോന്നലാണെങ്കിൽ അതപ്പം തന്നെ സൈക്യാട്രിയായി മാറി. ജസ്റ്റ് തോന്നലാണെങ്കിൽ ഓക്കെ, അത് തോന്നലല്ല. അവിടെ ഇനിയിപ്പം വല്ലോ ഭൂതത്തെ കണ്ടോ പ്രേതത്തെ കണ്ടോ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അത് ഒരിക്കലും അസസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അതൊന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഇപ്പോൾ സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ സൈക്കാട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പം ഒരു വല്ലാത്തൊരു സ്റ്റേജിലിരിക്കുമ്പം നമ്മളെപ്പോഴും ആൾക്ക് കൺട്രോളും ഇല്ല. അവർക്ക് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ അതാണോ നമ്മളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഈ നമ്മളുടെ നാച്ചുറൽ വേയിൽ ചെയ്യാൻ നോക്കുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്റ്റേബിളായ ആൾക്ക് മാത്രമേ അതിലേക്ക് പറ്റുള്ളൂ. അതായത് ഒരു പേടിച്ചിരിക്കുന്ന ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കൊന്നും അതിലേക്ക് വരാൻ പറ്റില്ലല്ലോ. ഒരു റീസണബിൾ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയും ആൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. വിത്ത് മരുന്നോ വിത്തൗട്ട് മരുന്നോ അങ്ങനെയുള്ളപ്പോഴേ പറയാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ അതൊന്നും ഒരു മെഡിക്കൽ ഫീൽഡിൽ വരുന്നില്ല. നമുക്ക് സയൻറ്റിഫിക്കലി അസസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ പഠനങ്ങളുടെ ഒരു അടുത്ത തലം എങ്ങനെയായിരിക്കും? അതായത് മരണപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ പുനർജനിച്ചു എന്ന് പറയുന്ന ആൾക്കാർ, അവരുടെ പഠനങ്ങൾ ഇനി അടുത്തൊരു ഏത് ലെവലിലേക്ക്? കാരണം നമ്മൾ ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അനാലിസിസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു പഠനം ഏത് രീതിയിലായിരിക്കും പോകുന്നത്? ഇപ്പം തന്നെ നമ്മൾ നിയർ ഡെത്ത് സ്റ്റഡീസിൽ ഞാൻ പറഞ്ഞല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അവെയർ 2 വന്നിരിക്കുന്നത് തന്നെ ആ റീസസിറ്റേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ EG മോണിറ്ററിങ്, EG ബ്രെയിൻ വേവ്സ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം FMRI എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ MRI എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതായത് MRI മെഷീൻ, നമ്മൾ സാധാരണ MRI എടുക്കുന്നത് നമ്മളുടെ ബോഡിയുടെ ഓരോ മുഴയുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഇത് ഫങ്ഷണൽ, നമ്മളുടെ അവിടുത്തെ മെറ്റബോളിക് ആക്ടിവിറ്റി
നോക്കാനുള്ള. അപ്പോൾ ഫങ്ഷണൽ MRI വെച്ചിട്ടുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ നിയർ ഡെത്ത് സ്റ്റഡീസിലാണെങ്കിലും ഞാൻ പറഞ്ഞാൽ ബ്രെയിൻ ഓക്സിജനേഷൻ നോക്കിക്കൊണ്ട്, അതുപോലെ EEG ബ്രെയിൻ വേവ്സിൻ്റെ പാറ്റേൺ നോക്കി അങ്ങനെയൊക്കെ സ്റ്റഡീസ് വരുന്നുണ്ട്. മോർ സയൻറ്റിഫിക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. റീഇൻകാർണേഷൻ സ്റ്റഡീസ് അതൊന്നും നടക്കുകയല്ലല്ലോ. അപ്പോൾ അത് റിട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. ഇപ്പോൾ കൊച്ചിങ്ങനെ പറയുന്നു, ഈ കൊച്ചു പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അത് അന്വേഷിച്ച് കണ്ടെത്തുക. അത് ആ രീതിയിലുള്ള സ്റ്റഡിയാണ് വരുന്നത്. നമുക്കതിൽ ഈ DNA ടെസ്റ്റുകൾ വഴി ഇവർ തന്നെയാണോ എന്ന് നമുക്ക് അങ്ങനെ DNA ഇപ്പോൾ ഒരാൾ റീഇൻകാർണേറ്റ് ചെയ്ത ആൾക്ക് DNA ആയിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. DNA അച്ഛനും അമ്മയും ആരാണല്ല, റിലേറ്റീവ്സ് ആരാന്നറിയാൻ മാത്രമേ DNA കൊണ്ട് കാര്യമുള്ളൂ. ഇത് DNA ആയിട്ടൊരു ബന്ധമില്ല. നമ്മളിത് ഫിസിക്കലാണ്. ഈ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആസ്പെക്റ്റ് ആണ്. അതിൻ്റെ മെൻ്റൽ ആസ്പെക്റ്റിനകത്ത് നമ്മളുടെ ഒരു കാര്യങ്ങളും അപ്ലിക്കബിൾ അല്ല. ഞാൻ നമ്മുടെ ഒരു പാരാസൈക്കോളജിസ്റ്റായിട്ടുള്ള ഒരാളോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഞാൻ മരണപ്പെടുകയാണ്, എൻ്റെ എൻ്റെ മെമ്മറി എല്ലാം ബ്രെയിനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഇതെല്ലാം ഒരു വേവ് തരംഗങ്ങളായിട്ട് ഇവിടെ തന്നെ കറങ്ങി നിൽക്കും. ഇത് ആക്സസ് ചെയ്യാൻ കഴിയുന്ന മറ്റാരെങ്കിലും ജനിക്കുന്ന സമയത്ത് അവരിലേക്ക് ഈ മെമ്മറി ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പിന്നീട് അവർക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പം മോഡേൺ മെഡിസിനിൽ സ്റ്റഡീസ് നടക്കുന്നതുകൊണ്ട് അത് അങ്ങനെയാണെന്ന് ആരും ഇതുവരെയും പ്രൂവ് ചെയ്യാനോ ഒന്നും പറ്റിയതായിട്ട് എനിക്കറിയില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇങ്ങനെയൊക്കെ പല തിയറീസ് ഉണ്ട്. അതായത് ഇപ്പം ഇവിടെ മരിക്കുന്ന ഒരാൾ അമേരിക്കയിൽ റീജനിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ നമ്മളുടെ ഒരു ഫിസിക്കൽ എനർജി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇൻകാർണേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെയാണ് തിയറീസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയും വന്നിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്ന ആൾ അമേരിക്കയിൽ റീജനിച്ചു. എന്തോ ഈ ബുദ്ധിസ്റ്റ് എന്തോ എംബ്ലം ഉണ്ടായിരുന്നു, എന്തോ ഒരു പാറ്റേൺ അവരുടെ സ്കിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് സ്റ്റോറിയാണ് കേട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞു കേട്ടത് ഇതാണ്. ഇന്ത്യയിലുള്ള ഒരാൾ, ഇന്ത്യയിലോ ടിബറ്റിലോ എന്തോ ആയിരുന്നു, അത് അവിടുത്തെ എന്തോ ലാമ പോലെയുള്ള ആളുടെ ഒരു റീബർത്ത് ആയിരുന്നു അവിടെ. പക്ഷെ അദ്ദേഹത്തിന് എന്തോ നീയലോ കാലയിലോ എന്തോ ഒരു ബുദ്ധിസ്റ്റിസം അവരുടെ മാർക്ക് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളുടെ തന്നെ ഏതോ ഒരു ഫേമസ് ആയി അങ്ങനെ വന്നപ്പം അവരവിടെ നമ്മൾ ഏതോ ഒരു സന്യാസിയോർ അങ്ങനത്തെ സ്പിരിച്വൽ മിസ്റ്റിക്കായിട്ടുള്ള ആരോ അവിടെ ചെന്നപ്പോൾ അവർ കാണിച്ചു. അപ്പോൾ അവരത് നാച്ചുറൽ ലൈഫിലേക്ക്, മാരേജിലേക്കൊക്കെ പോയാൽ അത് ഇതായി പോവും. ഇനി ഇല്ല എനിക്ക് പറയുന്നത് ലാമമാരുടെ കഥയാണെന്ന് തോന്നുന്നു. ഏതോ ഒരു റീബർത്ത് പോലെ അവിടെ നമ്മുടെ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ലാമ എന്ന് പറയുന്നത് അവരുടെ ആരോ മാസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നത്. മാസ്റ്റർ മരിക്കുന്നതിന് മുമ്പിട്ട് പറയും, ഞാൻ ഇവിടെയാണ് പുനർജനിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള സ്റ്റോറികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ശരിക്കും ഒരാൾക്ക് ഒരു അമേരിക്കയിലുള്ള ഒരു കൊച്ചിൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു മാർക്കുണ്ടായിരുന്നു. ഇതെന്താന്ന് ഒരു അന്വേഷിച്ച് വന്നപ്പോൾ ഇതെന്തോ ഒരു ബുദ്ധിസ്റ്റ് മാർക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഏതോ ഒരു മിസ്റ്റിക് ആ ലെവലിലുള്ള ഒരാളവിടെ ചെന്നപ്പം മേ ബി ഇപ്പോൾ ഉള്ള ആരോ ആണത്, ഞാൻ ഓർത്ത് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അവിടെ കാണിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു പോലും ഇത് സാധാരണ ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ അത് കഴിയുമ്പം പോകും, അല്ല അവരൊരു മറ്റേ സ്പിരിച്വൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ അവർ അത് കണ്ടിന്യൂ, അത് ലാമയാകുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ അതിൽ. അപ്പം ആ വ്യക്തി അത് കഴിഞ്ഞിട്ട് പക്ഷേ മാരേജ് കഴിഞ്ഞു, അപ്പോഴേക്കും അത് ഡിസപ്പിയർ ചെയ്തെന്നാണ് കേട്ടതാണ്. ഇറ്റ് ഈസ് നോട്ട്, ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യം മാത്രമാണിത്. അപ്പോൾ അങ്ങനെ വരാം. അപ്പം ബർത്ത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ വരുമോ, ഇതൊക്കെ അത് സ്റ്റഡി ചെയ്താലേ പറ്റുള്ളൂ. ആ സ്റ്റഡി ഇപ്പം നമ്മളത് മെഡിക്കൽ ഒരു സയൻറ്റിഫിക് സ്റ്റഡി ആകുന്നത് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അദ്ദേഹം പറഞ്ഞ ആൾ ഈ എന്തോ അങ്ങനെ എന്തോ വേറെ ഏതോ ഒരു ലാമയുടെ കേസിലേക്കൊക്കെ അത് പോയിട്ടുണ്ട്. അതെന്തോ ആ സമയത്ത് മെമ്മറി വരുമോ എന്തൊക്കെയോ കുട്ടിയുടെ കാര്യത്തിൽ ഇതുപോലെ എന്തോ റീബർത്ത് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വന്നതാണോ എന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ എന്തോ വന്നിട്ടുണ്ട്. ഇപ്പം കാരണം ഇത് ഒത്തിരി ഉണ്ട്, നമ്മൾ ഈ ചിലതൊക്കെയല്ലേ നമ്മൾ ഓർക്കുള്ളൂ നമ്മളുടെ. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പം യുക്തിവാദികൾ അവരാണ് കൂടുതലും ഇതിനൊരു സയൻറ്റിഫിക് വേയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇതിനെ ഇല്ല എന്ന് പറഞ്ഞ് ഒറ്റടിക്ക് കളയുന്നത്? യുക്തിവാദവും നിരീശ്വരവാദവും എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാണ്. യുക്തി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ലോജിക്ക്. ഇപ്പം അത് നിരീശ്വരവാദികളാണ് ഇതെല്ലാം
എതിരായിട്ട് പറയുന്നത്. യുക്തി എന്ന് പറയുമ്പോൾ നമുക്ക് യുക്തിക്ക് ചേരാത്തത് എന്താണെന്ന് അന്വേഷിക്കുകയാണല്ലോ മറ്റതിൽ വരുന്നത്. ഇപ്പം ഇത് ഒരു കൊച്ച് ഒരാൾ അല്ലെങ്കിൽ അറ്റാക്ക് കഴിഞ്ഞിട്ട് പറയുന്നു, അല്ലെ ഒരു കുട്ടി പറയുന്നു ഞാൻ മറ്റൊരിടത്ത് ജീവിച്ചിരുന്നതാണ്, എൻ്റെ വീട് അതാണ്, എനിക്കവിടെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല, നമുക്ക് കൊച്ചിനോട് പറയാം നിനക്കത് തോന്നില്ല, അതൊന്നും പറ്റില്ല എന്ന് പറയാം. പക്ഷെ നമ്മൾ ഇച്ചിരി കൂടെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി ദൂരെയൊക്കെ പോയി അന്വേഷിക്കാൻ പറ്റില്ല. ഇന്നിപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ അമേരിക്കയിലായിരുന്നു, എനിക്ക് അവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ ഇന്നിപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് പോലും അവിടെ വരെ പോകേണ്ട കാര്യമില്ല, അവരെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം, ഓർ അവിടെ പോയി അന്വേഷിക്കാം. ഇന്നിപ്പോൾ സാധ്യമുണ്ട്. അപ്പം അത് അന്വേഷിക്കുക, ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ലല്ലോ ചെയ്യണ്ടേ. ഇത് അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചു പറയുന്നത് ശരിയാണോ? അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നോ? അയാൾ തലയ്ക്ക് വെടിയേറ്റാണോ അല്ലെ ആക്സിഡൻറ്റ് മരിച്ചിട്ടുണ്ടോ? അയാളുടെ കാര്യങ്ങൾ ഇയാൾ കുട്ടി പറയുന്നതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. അപ്പം അന്വേഷിച്ചിട്ട് കണ്ടെത്തുകയാണ്. ഈ ലുക്തി ദേവി അല്ലെങ്കിൽ ശാന്തി ദേവിയുടെ കാര്യത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പിന്നെ അത് ശരിയല്ല, ഒന്നുമില്ല, അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ എപ്പോഴും രണ്ട് ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും. എപ്പോഴും രണ്ട് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ഒരാൾക്കത് തോന്നില്ല, പക്ഷേ ഇപ്പം യു ഹാവ് ഓൾസോ സീൻ ദറ്റ് സ്റ്റോറി കേട്ടിട്ടുണ്ടാവുമല്ലോ, അതാ ലുക്തി ദേവിയുടെയും ശാന്തി ദേവിയുടെയും. വാട്ട് യു ഫീൽ, എന്താണ് തോന്നുന്നത്? അതൊരു പുനർജന്മം തന്നെയാണ് എന്നാണ്. കാരണം അപ്പം അതാണ് ചിലരിപ്പം വേറൊരു യുക്തിവാദി എന്ന് ഞാൻ അവരെ പറയുകയല്ല, ഇതിനെല്ലാം എതിര് നിൽക്കുന്നവർ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ആ കുട്ടി ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പം അതെന്തുകൊണ്ടെന്ന് അന്വേഷിക്കുമ്പം അത് അപ്പം നമ്മളെല്ലാത്തിനെയും ബ്ലൈൻഡായിട്ട് ഒബ്ജക്റ്റ് ചെയ്യുന്നതല്ല. യുക്തി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. തീർച്ചയായിട്ടും. പിന്നെ അങ്ങനത്തെ കുറേ കേസസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവർ സ്റ്റഡി ചെയ്തിരിക്കുന്നത് 2500 കേസസ് എന്തോ ആയി ഇതുപോലെയുള്ളത്. അപ്പോൾ ഈ 2500 കേസും പഠിച്ചു നോക്കണം, എന്നിട്ടേ നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളതൊന്നും കേട്ടപ്പോൾ തന്നെ അത് ശരിയായിരിക്കും യു തിങ്ക്. പക്ഷെ വേറൊരാൾ അങ്ങനെ ആയിരിക്കില്ല, അതിനെതിരായിട്ടുള്ളവർ പറയുന്നതുകൊണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാം ഒരു വേവിലാണ് ജീവിക്കുന്നത്. എല്ലാം നമ്മുടെ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു വേവ് ലെങ്തിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ പോലും അത് പോകുന്നത് ഒരു ട്രാൻസ്മിറ്ററിലേക്ക് പോകുന്ന ഒരു വേവ് വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ മരണപ്പെടുമ്പോഴാണെങ്കിലും നമ്മുടെ ഒന്നും നശിക്കുന്നില്ല എന്നാണ് ഫിസിക്സ് പറയുന്നത്. ഊർജ്ജമാണെങ്കിലും അതാണ് ഇപ്പം പറയുന്നത്. നമ്മളിപ്പം ഇത്രയും നമ്മൾ കരുതിയിരുന്ന ബ്രെയിനാണ് എല്ലാം എന്നാണ്, ബ്രെയിനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ബ്രെയിൻ റിസീവറായിട്ട് മാത്രമേ അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പം ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു റിസീവർ പോലെ മാത്രമേ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. അതാണല്ലോ കോൺഷ്യസ്നസ് സ്റ്റഡീസ് ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഈ കല്ലിലുള്ളതുപോലെ തന്നെ വരുന്ന ഒരു കോൺഷ്യസ്നസ് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പം അതിൽ ഒന്ന് അണ്ടർ അനസ്തീസിയയിലുള്ളവർ ഡ്രഗിൻ്റെ ഇഫക്റ്റിൽ LSDയും MDA ഒക്കെ പോലെയുള്ള ഡ്രഗിൻ്റെ ഇഫക്റ്റിൽ എന്താ സംഭവിക്കുന്നത്, അതുപോലെ ഈ സമാധിയിലിരിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ വേവ് സ്റ്റഡി ചെയ്യാൻ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടിബറ്റൻ ബുദ്ധിസ്റ്റ് സന്യാസിമാരും അല്ലാത്ത പലരും ഉണ്ടല്ലോ, സമാധിയിലേക്ക് പോകാൻ പറ്റുന്ന പല സന്യാസിമാരും ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അവരിൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഇപ്പോൾ ഇവൻ ഇങ്ങനത്തെ കാര്യം മെറ്റാഫിസിക്സിന് വേണ്ടിയിട്ട് ഡിഗ്രിയും ഡിപ്ലോമയും PhD ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസും ഒക്കെ ഉണ്ട്. അതെ, ഈ ടെലിപ്പതി തന്നെ അപ്പോൾ നമ്മൾ പലപ്പോഴും അണ്ടർറേറ്റഡായിട്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ പോലും അറിയാതെ സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു മെൻ്റൽ കണക്ഷൻ ആകാം. നമ്മൾ ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് പോലെ എല്ലാം ഒരു കണക്ഷനാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് വളരെ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയായിരിക്കും നമ്മളോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഞാനിപ്പോൾ അത് പറയാൻ തുടങ്ങുമായിരിക്കും. ഈവൻ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ നമ്മൾ അത്ര ക്ലോസ് ആയിട്ടുള്ളവർ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിലേ ഉള്ളൂ. പലർക്കും അത്ര ക്ലോസ് ആയിട്ടുള്ളവരുണ്ടാവുകയില്ല, അവർക്കതൊന്നും മനസ്സിലാകുകയില്ല. പക്ഷേ വെരി ക്ലോസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ബ്രെയിൻ വേവ് ലെങ്തൊക്കെ നമ്മൾ ഒന്നിച്ച് എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണല്ലോ സയൻസ് എന്ന് പറയുന്നത്, അന്വേഷിക്കുകയാണല്ലോ. അപ്പം അത് അന്വേഷിക്കുമ്പം ഒരാൾക്ക് തോന്നും ഇത് ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റില്ല, കഥയോ കാര്യമാണെന്ന് തോന്നിയാലും മറ്റേ ആൾ വേറൊരു രീതിയിലായിരിക്കും. അതൊക്കെ
നമുക്ക് നമ്മുടെ ഈ ബുദ്ധിയും നമ്മളുടെ വിവരം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ സെൻസസ് വെച്ച് നമ്മൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരേ ക്ലാസ്സിൽ തന്നെ 10 പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ ഒരുപോലെയാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ 10 പേരും ഗ്രാസ്പ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഇത് കാണുമ്പോൾ കണ്ടാൽ തന്നെ ചിലർ അത് കണ്ടിട്ടോ ഇത് എന്ന് പറഞ്ഞ് അതങ്ങ് കളഞ്ഞു പോവുമായിരിക്കും ചെയ്യുന്നത്. ഇരുന്ന് കാണുന്നവർ തന്നെ ഇത് സീരിയസ് ആയിട്ട് ഇത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ, ഇതെല്ലാം ഏതാണ്ട് അൺസയന്റിഫിക് കാര്യമാണ് ഈ പറയുന്നത്, രണ്ട് ആ രീതിയിൽ പറയും. ഒരു ചിലർ കിളി പോയിരിക്കുന്ന 2 പേര് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ ചിലരായിരുന്നു ഇത് ശരിയാണല്ലോ, ഇത് അങ്ങനെയാണോ, അത് ശരിയാണല്ലോ എന്നല്ല, ഇതിലെന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുകയും. ഇപ്പം ചിലർ അങ്ങനെ ചിന്തിക്കുന്നവർ ചിലപ്പം നമ്മൾ നിയർ ഡെത്ത് സ്റ്റഡീസിനെ കൂടെ എടുത്തു നോക്കും, അല്ലെ റീകാൻട്രേഷൻ സ്റ്റഡീസിനെയൊക്കെ എടുത്തു നോക്കും. എന്തായിരുന്നു ഈ ശാന്തി ദേവി അല്ലെ രുക്മിണി ദേവിയുടെ കഥ എന്തായിരുന്നു, ഇതെല്ലാം കഥയും കൂടെയാണല്ലോ. അപ്പം നോക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം 100 പേര് കാണുന്നുണ്ട്, 1000 പേര് കാണുന്നുണ്ട്, അല്ലെങ്കിൽ 1 lakh ആൾക്കാർ കണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് വന്നിരിക്കുന്ന അവരുടെ ബുദ്ധിയും എല്ലാം അവർ കാണുന്ന കാഴ്ചപ്പാടും എല്ലാം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതാണല്ലോ മനുഷ്യരുടെ ഓരോരുത്തരും വ്യത്യസ്തരാക്കുന്നത്, അത് തന്നെയല്ലേ.